إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത് ആവശ്യപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നല്ല, ഓരോ അടിമകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹഭാജനം അള്ളാഹുവായി മാറണം. അഖീദയുടെ ഉലമാക്കൾ ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല ഇബാദത്തിന്റെ തഅരീഫ് പറഞ്ഞു, അത്തദല്ലുലു ലില്ലാഹി അസ്സ വജല്ല മുഹബ്ബതൻ വതഅദീമൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരടിമ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരനാവലാണ്, അടിമയാവലാണ്. ഏതർത്ഥത്തിലാവണം ആ അടിമ അള്ളാന്റെ മുമ്പിൽ അങ്ങനെ ആവേണ്ടത്? മുഹബ്ബതൻ, ഏറ്റവും വലിയ ഇഷ്ടം ആ അള്ളാഹുവിനോട് ആയ നിലക്ക്. വതഅദീമൻ, ആ ഇഷ്ടം അവനെ എത്തിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ആദരവിലും ബഹുമാനത്തിലും. അങ്ങനെ ഒരു അടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ അബ്ദാവുന്നത്, അടിമയാവുന്നത്. ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ മുഹബ്ബത്തിന്റെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആലി ഇംറാനിൽ നമ്മളെ കേൾപ്പിച്ചു. നബിയെ ഖുൽ, നബിയെ നിങ്ങൾ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അത് വെറുതെ നാവുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു അംഗീകരിക്കൂല. അതല്ലെങ്കിൽ അതിഭയങ്കരമായി പ്രസംഗിച്ചാലൊന്നും അള്ളാഹു അത് അംഗീകരിക്കൂല, എഴുതിയാലും അള്ളാഹു അംഗീകരിക്കൂല. നിങ്ങളെ സൃഷ്ടിച്ച നാഥനായ അള്ളാഹിനോട് നിങ്ങൾക്ക് മുഹബ്ബത്തുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് നബിയെ നിങ്ങൾ പറയൂ, ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്തുകൊണ്ടിട്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യലാണ് ഒരടിമ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം. നിങ്ങൾ അങ്ങനെ ആണെങ്കിലോ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ടും സ്നേഹിക്കും,
വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരികയും ചെയ്യും. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ഉലമാക്കൾ പറഞ്ഞു, ഈ ആയത്തിന് തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്ന പേര് ആയത്തുൽ മുഹബ്ബ എന്നാണ്. ഖുർആനിലെ പല ആയത്തുകളും അതിൽ പറയപ്പെട്ട വിഷയത്തെ അടിസ്ഥാനമാക്കി ചില പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ആയത്ത്, ആയത്തുൽ മുഹബ്ബ. ഒരടിമക്ക് അള്ളാഹുവിനോട് ഉണ്ടായിരിക്കേണ്ട ഇഷ്ടം എന്താണെന്നും ആ ഇഷ്ടത്തിന്റെ അടയാളം എന്താണെന്നും അതുണ്ടെങ്കിൽ അള്ളാഹു തിരിച്ചിങ്ങോട്ട് തരുന്നത് എന്തായിരിക്കുമെന്ന് പറയുന്ന സൂറത്ത് ആലി ഇംറാനിലെ ഈ ആയ. എന്നിട്ട് പറഞ്ഞു, അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ലമ്മദ്ദഅത്തിൽ ഖുലൂബു മഹബ്ബത്തല്ലാഹി അസ്സ വജൽ. ചില ആളുകൾ എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ്, മുഹബ്ബത്താണ് എന്ന് വാദിച്ചപ്പോൾ, അവരങ്ങനെ പുറമെ കാണിച്ചപ്പോൾ, അൻസലല്ലാഹു ഹാദിഹിൽ ആയ മിഹ്നതൻ, അവരാ പറഞ്ഞ സ്നേഹം സത്യമാണോ സത്യസന്ധമായി പറഞ്ഞതാണോ എന്നുള്ള ഒരു പരീക്ഷ എന്നോണമാണ് ഈ ആയത്തിനെ അള്ളാഹു അവതരിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം നാവ് കൊണ്ട് പറയാനുള്ളതല്ല, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് കാണിക്കാനുള്ളതാണ്. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഒരു അടിമയുടെ സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൽ ഖുർആൻ, ആ അടിമക്ക് ഖുർആനോടുള്ള മുഹബ്ബത്താണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ തഫ്സീർ വായിക്കുന്ന സമയം എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, നമ്മളെല്ലാരും മിമ്പർമ നിൽക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം നമ്മളെ സമയം ഒന്ന് പരിശോധിച്ചാൽ 24 മണിക്കൂർ നേരത്തിൽ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് എത്ര മണിക്കൂറായിരിക്കും? നമ്മുടെ കയ്യിൽ മുസ്ഹഫ് ഉണ്ടാവുന്നത് എത്ര മണിക്കൂറായിരിക്കും? ഇതിനകത്തുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഇൽമ് നമുക്കുണ്ടാവും, നമ്മുടെ മക്കൾക്കുണ്ടാവും? പുതിയ പുതിയ കാര്യങ്ങള് മൊബൈലുമായി അതല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് വരുമ്പം നമ്മൾ എത്ര ആവേശത്തോടെയായിരിക്കും അത് പഠിച്ചെടുക്കുക, നമ്മൾ അതിനെപ്പറ്റി വാചാലമാവുക, മറ്റുള്ളവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക, അതെനിക്ക് അറിയൂ എന്നുള്ള വിഷയത്തിൽ നമ്മൾ സ്വയം അഭിമാനിക്കുക. പക്ഷെ മുസ്ഹഫിന്റെ ഖുർആന്റെ വിഷയത്തിൽ നമുക്ക് വരുന്നില്ല. ഒരു ദിവസം എത്ര സമയം നമ്മൾ കൈമിൽ ഖുർആൻ എടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റും. ഇത്ര മിനിറ്റ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. അത്രയുള്ളൂ ഖുർആനുമായിട്ടുള്ള ബന്ധം. പക്ഷെ ഉലമാക്കൾ പറഞ്ഞു, നീ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ ഒന്നാമത്തെ അലാമ നിനക്ക് ഈ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള മുഹബ്ബത്തും അതുമായിട്ടുള്ള സഹവാസവുമായിരിക്കും. അപ്പൊ അതെത്രയുണ്ട് നടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അല്ലാഹുവിനോടുള്ള ഹുബ്ബിനെ അളക്കാം. ഇനി പരിശുദ്ധമായ ഖുർആനിനോട് നിനക്ക് ഹുബ്ബുണ്ട് എങ്കിൽ അലാമത്തു ഹുബ്ബിൽ ഖുർആൻ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടമാണ് ഖുർആനിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളം. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേയില്ല എങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും നമുക്ക് ചർച്ചയേ അല്ല. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയുള്ള ആദരവേ ഇല്ല എങ്കിൽ ഖുർആനുമായിട്ടൊരു ബന്ധമില്ല അതിനർത്ഥം. വഅലാമത്തു ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന്റെ അടയാളം ഹുബ്ബുസ് സുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ്, സ്നേഹിക്കലാണ്. ഇതിന്റെ എല്ലാം അടയാളം ഹുബ്ബുൽ ആഖിറ, ആഖിറത്തിന്റെ ബോധത്തിൽ ആഖിറത്തിലേക്കുള്ള ആശയോടുകൂടി ജീവിക്കലാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിച്ചേ മതിയാവൂ. അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇങ്ങോട്ട് നേടിയെടുത്തേ മതിയാവൂ. അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നതിന്റെ അടയാളം ഒന്ന്, നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാവലാണ്. മറ്റൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാവലാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് തെളിയിക്കലാണ്. അത് തെളിയിക്കുന്നവൻ ആഖിറത്തിന്റെ ബോധത്തോടെ ജീവിക്കുന്നവരുമായിരിക്കും. അങ്ങനെ ആവലാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അടിമകളിൽ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ഒരു കവി പറഞ്ഞത്,
ഒരുത്തൻ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് അല്ലാഹുവിനോട് ഇഷ്ടമാണ്, റസൂലുള്ളാഹിനോട് ഇഷ്ടമാണ്, എന്റെ ഭയങ്കര മുഹബ്ബത്താണ്, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്ന ആളാണ്. തഅസൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബ, പറയുന്നെങ്കിലും നീ രണ്ടുപേർക്കും എതിര് കാണിക്കുന്നവനാണ്. അല്ലാഹുവിനോടുള്ള ഇഷ്ടം പറയുന്നു, പക്ഷെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാറില്ല, അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കാറില്ല. എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്നതിനെ കൊണ്ട് നിന്റെ രസങ്ങൾ നീ മാറ്റിവെക്കാറില്ല. കവി പറയാൻ എനിക്കിത് താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ല. പറയുന്നത് ഒന്ന്, പക്ഷെ ജീവിതത്തിൽ കാണുന്നത് മറ്റൊന്ന്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നീ പറയുന്ന മുഹബ്ബത്ത് സത്യസന്ധമാണെങ്കിൽ, മനസ്സറിഞ്ഞിട്ട് പറയുന്നതാണെങ്കിൽ, ഹക്കാണെങ്കിൽ, നീ അല്ലാഹുവിനെ അനുസരിക്കും, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യും. ഒരു ഭാഗത്ത് നഫ്സിന്റെ ഹവകളുണ്ട്, കുടുംബമുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, വീടുണ്ട്, ദുനിയാവുണ്ട്, എല്ലാം ഉണ്ട്. മറുഭാഗത്ത് ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹു വന്നാൽ അതിനെ മാത്രമേ നീ അനുസരിക്കുള്ളൂ. അതാ ഹുബ്ബിന്റെ അടയാളം. ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. കാരണം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ, ഹുബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുന്നതിന് പറയുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യുക, ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അടിമയോട് ആവശ്യപ്പെടുന്ന മുഹബ്ബത്തിന്റെ ആകത്തുക. അവനാണ് ആഖിറത്തിൽ വിജയിച്ചവരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേർക്ക് നേരെ പഠിച്ച സഹാബാക്കൾ ഈ പറയപ്പെട്ട മുഹബ്ബത്ത് നമുക്ക് കാണിച്ചെന്നത് എങ്ങനെയാണ്? കാരണം ആ സഹാബത്തിനെയാണ് ഏത് വിഷയത്തിലും നമ്മൾ നോക്കേണ്ടത്, എന്ത് കാര്യത്തിലും. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുഹബ്ബത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഹബ്ബത്തിന്റെ വാശിയും മുഹബ്ബത്തിന്റെ വൈരാഗ്യവും മുഹബ്ബത്തിന്റെ എടുത്തുചാട്ടവും പലതും പുതിയത് നസാറാക്കളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് പഠിച്ചത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. മിമ്പറുകൾ അലങ്കരിക്കുന്ന ഖതീബന്മാരുടെ നേതൃത്വത്തിന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അതിൽ കൊടിപിടിച്ച് നേതൃത്വം കൊടുക്കുന്നു. ഈ സമയത്ത് ഒരു മഹല്ലത്തിലുള്ള ഖുർആനിനെയും സുന്നത്തിനെയും ആധാരമാക്കി നാട്ടുകാരോട് ദീൻ പറയുന്ന മിമ്പറിന് ചില ഹക്കുകളുണ്ട് ഈ ഉമ്മത്തിനോട്. അതായി പറയാൻ പോകുന്നത്. മുഹബ്ബത്തിനെ നാം മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്ക് നേരെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് തഫ്സീർ പഠിച്ച് അമൽ ചെയ്ത സഹാബാക്കളിൽ നിന്നാണ്, വേറാരിൽ നിന്നുമല്ല, വേറാരിൽ നിന്നുമല്ല. അതുകൊണ്ട് ആ മുൻഗാമികൾ മുഴുവനും പറഞ്ഞത് മുസ്ലിമീങ്ങൾ ദീനുൽ ഇസ്ലാമിനെ അറിയേണ്ടത് മൂന്ന് കാര്യങ്ങളിലാണ്. ഖാലല്ലാഹ് ഖുർആനിലൂടെ, വഖാല റസൂലുള്ളാഹ് ഹദീസിലൂടെ, വഫഹ്മു സഹാബ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരായ സ്വഹാബത്തിലൂടെ. കാരണം അവര് ജീവിച്ച കാലഘട്ടം അനുഗ്രഹീതമായ കാലഘട്ടമാണ്. വഹയും കൊണ്ട് ജിബ്രീൽ ഇറങ്ങി വന്ന കാലമാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഉത്തരമറിയാത്ത ചോദ്യം റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടാൽ, മസല അറിയാത്ത എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അതിന്റെ ഉത്തരമായി, അതിന്റെ പോംവഴിയായി ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് ജിബ്രീൽ വഹയും കൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ആ സഹാബാക്കൾ. അതുകൊണ്ട് അവരാണ് ഈ പറഞ്ഞ മുഹബ്ബത്തിലും സത്യവിശ്വാസികൾക്ക് മാതൃക. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ എന്തായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. സലഫി വഹാബി പറയുന്നേറ്റ് കേൾക്കണ്ട. ഈ നാട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും ഇത് എത്തിച്ചു കൊടുക്കണം. മടിക്കേരിയിലുള്ള ഓരോ ഖതീബന്മാർക്കും ഇത് എത്തിച്ചു കൊടുക്കണം. ഓരോ മുഅല്ലിമുകളും ഇത് കേൾക്കണം. നാട്ടുകാരോട് ദീൻ പ്രസംഗിക്കുന്ന ഓരോരുത്തരും കേൾക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വാക്ക് നമ്മളെ വാക്കല്ല. അദ്ദേഹം പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ, നിങ്ങൾ ആരെങ്കിലും ഒരു ചര്യയെ പിൻപറ്റാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒരു ചര്യയെ പിൻപറ്റാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്തായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ പറയാൻ,
ആ തങ്ങളും ഈ തങ്ങളും ആ ഉസ്താദും ഒക്കെ നരകത്തിലാണെങ്കിൽ നമുക്കായിട്ട് പിന്നെ സ്വർഗം ആവശ്യമില്ല. അവരൊക്കെ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗം മതി നമുക്ക്. അവരില്ലെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവരെയാണ് അവര് മാതൃകയാക്കിയിട്ടുള്ളത്. അവരെന്തൊക്കെയോ ആണ് എന്നാണ് അവര് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത്. എന്നാൽ സഹാബാക്കളിൽ സീനിയറിൽപ്പെട്ട ആദ്യകാലത്തെ സഹാബാക്കളിൽ പ്രഗൽഭ പണ്ഡിതന്മാരിൽപ്പെട്ട ഇബ്നു മസ്ഊദിന്റെ ഖൗലാണ്, മൻ കാന മിൻകും മുസ്തന്നൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചര്യയെ മുറുകെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫലിയസ്തന്ന ബിമൻ ഖദ് മാത്, മരണപ്പെട്ട് കഴിഞ്ഞ അവരുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. ഇബ്നു മസ്ഊദ് പറയുമ്പം അദ്ദേഹത്തിന് മുമ്പ് വഫാത്തായി പോയ സഹാബകളെ പറ്റിയാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ? ഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഫിത്ന, ഫസാദ്, കുഴപ്പങ്ങൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ ഉണ്ടാവൂല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂല. തെറ്റുകൾ വന്നേക്കാം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ജീവനോടെ ഉള്ള സമയത്ത് തന്നെ പോയവർ, നിങ്ങൾ അവരെ നോക്കിക്കോളിൻ, അവരെ ശരിയെ മുറുകെ പിടിച്ചോളിൻ. കാരണം ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളാണ്. കാനു അഫ്ദല ഹാദിഹിൽ ഉമ്മ, അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകളാണ്. അവരെക്കാളും നല്ലവരായി ദുനിയാവിൽ ആരും ഉണ്ടാവൂല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവൂല. ഈ ലോകം അവസാനിക്കുന്നത് വരെ ഒരാൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും സഹാബത്തിന്റെ ഫളിലെത്തൂല. അവർ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ്. അദർറഹ ഖുലൂബ, ഏറ്റവും നന്മയുള്ള നല്ല മനസ്സിന്റെ ആളുകളാണ്. വഅഅമഖുഹാ ഇൽമൻ, ഏറ്റവും ആഴമേറിയ ഇൽമുള്ള ആളുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളാണ്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, അവന്റെ നബിയുടെ സഹവാസത്തിനു വേണ്ടി അല്ലാഹു കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് അവരെയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് വലിഇഖാമത്തി ദീനിഹി, അല്ലാഹു അവന്റെ ദീനിനെ നിലനിർത്താനായി സെലക്ട് ചെയ്തത് ആ സഹാബാക്കളെയാണ്. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അതുകൊണ്ട് അവരുടെ ശ്രേഷ്ഠത എന്താണ്, ദീനുൽ ഇസ്ലാമിലുള്ള അവരുടെ സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾ അറിയണം. വത്തബിഊഹും അലാ അസരിഹിം വസിറതിഹിം, അവരുടെ മാർഗം, അവരുടെ കാൽപാദങ്ങൾ അതെന്താണോ അത് നിങ്ങൾ പിൻപറ്റിക്കൊള്ളണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, കാരണം അവർ ചൊവ്വായ സ്വർഗത്തിലേക്കുള്ള നേരായ പാതയിൽ ഉള്ളവരായിരുന്നു. ഇബ്നു മസ്ഊദിന്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട മുഹബ്ബത്ത് യാഥാർത്ഥ്യമാക്കേണ്ടത് ആ സഹാബത്തിനെ ആ വിഷയത്തിൽ പിൻപറ്റിക്കൊണ്ടാണ്. അവര് മാതൃക കാണിച്ചിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് സഹാബാക്കൾ, ജീവൻ നൽകിയ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മുഹബ്ബത്തിനെ തെളിയിച്ചവർ, ജീവൻ നൽകാൻ തയ്യാറായി അല്ലാഹുവിനോടുള്ള കൂറ് തെളിയിച്ചവർ. ഒന്ന് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ചരിത്രം നിങ്ങൾ വായിച്ചു പഠിച്ചു നോക്കണം. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കെന്താ അറിയോ? മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ്, ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷഹീദിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫൽയൻദുർ ഇലാ തൽഹ, തൽഹനെ നോക്കിയാ മതി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് തൽഹ റളിയല്ലാഹു അൻഹു. മറ്റൊരു ദിവസം ഉഹദ് യുദ്ധത്തിന്റെ ഭൂമിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ തൽഹ റളിയല്ലാഹു അൻഹു വന്നു നിന്നു. യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ, കാരണം ആദ്യ ഭാഗം മുസ്ലിമീങ്ങൾ ജയിച്ചു, രണ്ടാം ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു. സഹാബാക്കൾ ഉഹദിന്റെ ഭൂമി വിട്ടോടി. ആ സമയത്ത് തൽഹ റളിയല്ലാഹു അൻഹു വന്നു, റസൂലുള്ളാഹിന്റെ നേരെ മുമ്പിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ എന്റെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് പകരമാണ്, എന്റെ നെറ്റിത്തളം അങ്ങയുടെ നെറ്റിക്ക് പകരമാണ്, എന്റെ കൈകൾ അങ്ങയുടെ കൈകൾക്ക് പകരമാണ്. ആരെങ്കിലും അഥവാ അമ്പെയ്താൽ അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്, എന്നാലും നിങ്ങളുടെ ശരീരത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു തൽഹ റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ റാവി പറഞ്ഞു, ഉഹദ് യുദ്ധം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും 30-ലധികം വെട്ടും കുത്തും തൽഹാന്റെ ശരീരത്തിൽ നമ്മൾ കണ്ടിരുന്നു എന്ന്.
ഇത് മുഹബ്ബത്താണ്. ഇത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ സ്നേഹം അവര് പ്രകടിപ്പിച്ച രീതി എന്താണ്? അതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി പറഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അമ്മാവനാണ്. റസൂലുള്ളാഹിന്റെ അമ്മാവനാണ്. അമ്പെയ്ത്തിൽ വിദഗ്ധനായ സഅദ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ സമയം റസൂലുള്ളാഹിന്റെ 4 ഭാഗത്തും വട്ടം കറങ്ങി അമ്പെയ്ത് മുശ്രിക്കീങ്ങളെ വീഴ്ത്തുകയായിരുന്നു. ഇത് കണ്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന് ഭയങ്കര സന്തോഷായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർമി യാ സഅദ് ഫിദാക അബി വ ഉമ്മി, എന്റെ ഉപ്പയും ഉമ്മയും നിനക്ക് അർപ്പണം, അമ്പയ്യു സഅദേ. സഹാബാക്കൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സഅദ് അല്ലാത്ത മറ്റൊരു മനുഷ്യനോട് ഈ വാക്ക് പറഞ്ഞിട്ടില്ല, ഫിദാക അബി വ ഉമ്മി. സഹാബത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഒരൊറ്റ ഒരു വ്യക്തിയോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ, അത് സഅദിനോടാണ്. അമ്മാവന് തന്നോടുള്ള മഹബ്ബത്ത് ബോധ്യപ്പെട്ടപ്പോ പറഞ്ഞ വാക്കാണ്. പക്ഷെ ആ സഅദ് സ്നേഹം കാണിച്ചെങ്ങനെയാണ്? സഅദിന്റെ മോള് ആയിഷ ബിൻത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുമ മദീനത്തുള്ള സ്ത്രീകൾക്കിടയിൽ അഭിമാനം പറയാറുണ്ട്, ഞാൻ ആരെ മോളാന്നറിയോ? ഉഹദിന്റെ ഭൂമിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാനെയും ഉമ്മാനെയും അർപ്പണം പറഞ്ഞ സഅദിന്റെ മോളാണ് ഞാൻ എന്ന മോൾ അഭിമാനം പറയാറുണ്ട്. അത്ര ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ വക്താക്കളായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ശിഷ്യന്മാർ. സഅദിന്റെ മുഹബ്ബത്തും ഇഷ്ടവും സ്നേഹവും അറിയാവുന്നത് കൊണ്ട് തന്നെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം സഅദ് നബി വഖാസ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയും സഹാബാക്കളോട്, ഹാദാ ഖാലി, ഇതെന്റെ അമ്മാവനാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ അമ്മാവൻ ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചതാ എന്ന് സഹാബത്തിനോട് വെറുതെ പറയും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനാണ്. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ സഅദ് നിന്നോട് ചോദിക്കുന്ന മുഴുവൻ ദുആകൾക്കും നീ ഉത്തരം കൊടുക്കണമേ. അതിനുശേഷം സഅദിന്റെ ഒരു ദുആയും തള്ളപ്പെട്ടിട്ടില്ല. അത്ര വലിയ മഹാന്മാരായ മനുഷ്യർ കഴിഞ്ഞുപോയി സഹാബാക്കളുടെ കൂട്ടത്തിൽ. അവരൊക്കെയും ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആൾക്കാരാണ്, മുഹബ്ബത്ത് വെച്ച ആൾക്കാരാണ്, ജീവിതം കൊണ്ട് തെളിയിച്ച ആളുകളാണ്. അവരെയാണ് ആ മുഹബ്ബത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്. എങ്കിൽ അവർ കാണിച്ചിട്ടില്ലാത്ത മുഹബ്ബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ബാത്തിലാണ്. ഈ പറയപ്പെട്ട സഹാബാക്കൾ കാണിച്ചിട്ടില്ലാത്ത മുഴുവനും ബാത്തിലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ പറയപ്പെട്ട സഹാബാക്കൾ ജീവനോടെ ഉള്ളപ്പം ഇറങ്ങിയ ആയത്ത്, അവസാനത്തെ ആയത്ത്, അതല്ലെങ്കിൽ അവസാനത്തിന് മുമ്പുള്ള ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ ആയത്തിന്റെ തഫ്സീറിൽ, അഖ്ബറല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അവന്റെ റസൂലായ നബിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയാണ്, വൽ മുഅ്മിനീന, സത്യവിശ്വാസികളെയും, അന്നഹു, തീർച്ചയായും അവൻ, അക്മല ലഹും ദീനഹും, അവരുടെ ദീൻ അവൻ അവർക്ക് പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു. ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദൻ, ഇനി ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ അതിലേക്കൊന്നും അധികരിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല. വഖദ് അതമ്മഹു, അല്ലാഹു അതിനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫലാ യൻഖുസുഹു അബദൻ, ഇനി ഒരിക്കലും ആ ദീൻ അല്ലാഹു കുറച്ചു കളയൂല. വഖദ് റദിയഹു, അന്നത്തെ ആ ദീനിൽ അല്ലാഹു തൃപ്തനാണ്. ഫലാ യുസ്ഖിതുഹു അബദ, ഇനി ഒരിക്കലും അല്ലാഹു അതിനോട് വെറുപ്പും കാണിക്കൂല. അത്ര കൃത്യമായി ദീനുൽ ഇസ്ലാം കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെയും മുഅ്മിനീങ്ങളുടെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്ര കൃത്യമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരുകയും ചെയ്തു. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോട് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, സൽമാൻ, ഖദ് അല്ലമകും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ഷൈ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഹത്തൽ ഖിറാഅ, ഖിറാഅ വരെ. ഖിറാഅ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധിയാക്കൽ, വെള്ളം കൊണ്ടും കല്ലുകൊണ്ടും ശുദ്ധിയാക്കൽ, അതുവരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല പറഞ്ഞു, അജൽ, അജൽ, അതെ, നമ്മൾ എങ്ങനെ ബാത്റൂമിലേക്ക് പോകണം, എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ എങ്ങനെ വൃത്തിയാക്കണം, അത് മാത്രമല്ല
കയറിയാൽ നമ്മൾ എങ്ങനെ ഇരിക്കണമെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതും വിട്ടുകളഞ്ഞിട്ടില്ല. ഖിബലക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുമോ, പിന്നിട്ടിരിക്കാൻ പറ്റുമോ? മൂന്നിൽ കുറവ് കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയ ശരിയാവോ, അതല്ല 3 കല്ലെന്നെ വേണോ എന്ന മസലകൾ മുഴുവൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുകളയാതെ. അതേ പ്രിയപ്പെട്ടവരെ, ദീൻ കൃത്യമാണ്. സഹാബാക്കളുടെ ജീവിതവും റസൂലുള്ളാഹിനോടും അള്ളാഹിനോടും റസൂലിനോടുള്ള മുഹബ്ബത്തിന്റെ കാര്യത്തിലും മാതൃകാപരമാണ്. അവരെന്താണോ അന്ന് കാണിച്ചത് അത് മാത്രം ഇത്തിബാ ചെയ്താൽ മതി, മുഹബ്ബത്ത് യാഥാർത്ഥ്യമാവും. പക്ഷെ ഇന്ന് സംഭവിച്ചെന്താണെന്നറിയോ? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാത്രം ചില മുഹബ്ബത്തിന്റെ പ്രകടനങ്ങൾ കാണാൻ തുടങ്ങി. അതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ ആളുകൾ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള നബിദിനത്തിന്റെ നബിദിനാഘോഷ പരിപാടിയുടെ ആൾക്കാർ പറയും, മക്കത്തും മദീനത്തും അത് മുമ്പേ ഉണ്ടായതാണല്ലോ. ജാറങ്ങളും ദർഗകളും നബിദിനാഘോഷ പരിപാടികളും അതൊക്കെ മക്കത്തുണ്ടായിട്ടുണ്ട്, മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 900 വർഷക്കാലത്തിന്റെ അപ്പുറത്തുള്ള ചില ഉലമാക്കളുടെ കിതാബുകളിലുള്ള ഉദ്ധരണികളും അവർ വായിക്കും താരീഖിന്റെ. ശരിയാണ്, ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, ഉണ്ടായിട്ടുണ്ട്. മസ്ജിദുൻ നബവിന്റെ തൊട്ടടുത്തുള്ള ബഖീഇൽ, മദീനയിലെ ഖബർസ്ഥാനിൽ ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ ഖബറിന്റെ പുറത്ത് ജാറവും ഖുബ്ബയും ഉണ്ടായിട്ടുണ്ട്. അവിടെ നേർച്ചയും ഉത്സവവും ഉണ്ടായിട്ടുണ്ട്. അവിടെ അൽ-ഫാത്തിഹ വിളിച്ചിട്ട് നേർച്ചയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയൂല. മക്കത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പ്രത്യേകം ഒരു അടയാളമുണ്ടാക്കി വെള്ളി ഉരുക്കി ഒഴിച്ചവിടെ വെളുപ്പിച്ച് അവിടുന്ന് മുഹബ്ബത്തിന്റെ മദ്ഹിന്റെ പാട്ടുകൾ പാടി ആഘോഷിച്ചിട്ടുമുണ്ട്. നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതുണ്ടായത് എപ്പോഴാണ്? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല എല്ലാം പൊളിച്ചു കളഞ്ഞു. ശരി തന്നെയാണ്, പൊളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറമാക്കപ്പെട്ട ഖബറിനെ പരിശുദ്ധമാക്കി അതിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ശിർക്കിന്റെ ബിദ്അത്തിന്റെ ഖുറാഫാത്തിന്റെ അടയാളങ്ങൾ എടുത്ത് നീക്കി ഉള്ള ദർഗകൾ മുഴുവനും പൊളിച്ചു, ജാറങ്ങളും മുഴുവനും തട്ടി തകർത്ത് തരിപ്പണാക്കി 2 ഹറമുകളെയും തൗഹീദിന്റെ സുന്നത്തിന്റെ പരിശുദ്ധമായ കറകളില്ലാത്ത നാടുകളാക്കി മാറ്റി. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മുജദ്ദിദ്, നവോത്ഥാനത്തിന്റെ നായകൻ. അദ്ദേഹം തജ്ദീദ് ചെയ്ത വ്യക്തിയാണ്. കറ പിടിച്ച ഇസ്ലാമിന്റെ കറകളെ തൂത്ത് വൃത്തിയാക്കി ശുദ്ധമാക്കി തന്ന ആളാണ്. മസ്ജിദുൽ ഹറാമിൽ 4 മുസല്ല വിരിച്ച് 4 രീതിയിൽ നിസ്കരിച്ച രീതിയെ മാറ്റി ഒരൊറ്റ മുസല്ല വിരിച്ച് ഹദീസ് അനുസരിച്ച് 5 നേരം നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന മുജദ്ദിദാണ്. ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത്, ചോദ്യം ഇതാണ്, നിങ്ങളും ചോദിക്കേണ്ടത് ഇതാണ്. ചെറുപ്പക്കാരുടെ മനസ്സിനോട് വായിച്ചു പഠിക്കണം. ഇവിടുത്തെ ഖതീബന്മാരോടും മൊല്ലമാരോടും ചോദിക്കണം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പൊളിച്ച ജാറങ്ങള്, തകർത്ത ദർഗകള്, അദ്ദേഹം ഇല്ലാതാക്കിയ ബിദ്അത്ത് ഖുറാഫാത്തിന്റെ നബിദിനാഘോഷ പരിപാടികൾ പോലെയുള്ള പരിപാടികള് ഉണ്ടാക്കപ്പെട്ടത് എപ്പോഴാണ്? അദ്ദേഹം പൊളിക്കണമെങ്കിൽ ഒരു കാലത്ത് ഉണ്ടാവണമല്ലോ. അതുണ്ടായത് എപ്പോഴാണ്? എപ്പോ ഉണ്ടായ ജാറമാണ് അദ്ദേഹം പൊളിച്ചത്? എപ്പം നടപ്പിലാക്കിയ നബിദിനാഘോഷ പരിപാടി അദ്ദേഹം ഇല്ലാതാക്കിയത്? അതിന്റെ താരീഖ് കിട്ടണം, അതിന്റെ താരീഖ് കിട്ടണം. ഒരു കാര്യം നമുക്ക് പറയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി ജീവിച്ച 23 കൊല്ലവും അതവിടെ ഉണ്ടായിട്ടില്ല. 23 കൊല്ലവും. ഒരു സഹാബി പറയാൻ, മിഷ്കാത്തുൽ മസാഹിബിൽ ഹദീസ് കാണാം, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇവിടത്തെ കുടുക്ക് ബട്ടൺ അദ്ദേഹം ഇട്ടിട്ടില്ല, ഈ രോമം കാണുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പം ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെയാ കണ്ടത്, അവിടെ ഞാനും അങ്ങനെയാ വസ്ത്രം ധരിക്കാറുള്ളത്. അതുവരെ സഹാബാക്ക നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സ്ത്രീ റിവായത്ത് ചെയ്യുന്ന ഹദീസ് മിഷ്കാത്തിൽ കാണാം, ബാബുൽ അവ്വലിൽ സഹീഹായ സനദോടുകൂടി, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഒരു പാറപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ടായിരുന്നു. ഹദീസ് കഴിഞ്ഞു. അത്രത്തോളം
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കും പ്രവൃത്തിയും രൂപവും കോലവും നടത്തവും ഇരുത്തവും ഉറക്കും വീട്ടിന്റെ ഉള്ളിലും പുറത്തും മുഴുവൻ സഹാബാക്കൾ ഒപ്പിയെടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ആ 23 കൊല്ലക്കാലത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ റബീഉൽ മാസം 23 പ്രാവശ്യം വന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്മാതിരി പരിപാടി ഇല്ല. അപ്പൊ അന്നുണ്ടായതിനെയല്ല വഹാബികൾ ഇല്ലാതെയാക്കിയത് മക്കത്തും മദീനത്തും. ഉറപ്പാണ് 23 കൊല്ലം ഉണ്ടായിട്ടില്ല. അതിനുശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നോക്കാൻ പറഞ്ഞത് ഖുലഫാക്കളെയാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്താ ഖലീഫമാരുടെ പ്രത്യേകത? എന്താ ഖലീഫമാരുടെ പ്രത്യേകത? വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ, സന്മാർഗികളായ ഹിദായത്തിന്റെ വക്താക്കളായ എന്റെ ഖലീഫമാരുടെ സുന്നത്തിലെ 2 കൊല്ലക്കാലം അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണം റളിയല്ലാഹു അൻഹു, 10 കൊല്ലവും 2 മാസവും ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹുമാ അതേപോലെ വർഷങ്ങൾ, ഏകദേശം 30 വർഷത്തോളം ഖലീഫമാരുടെ ഭരണം. ആ കാലത്തും ഇതൊന്നുമില്ല. താരീഖ് പരിശോധിച്ചാൽ ഖലീഫമാരുടെ കാലത്തും വഹാബികൾ പൊളിച്ച ജാറങ്ങളും ദർഗകളും നബിദിനാഘോഷ പരിപാടിയും മക്കത്തുല്ല മദീനത്തുല്ല. ഖലീഫമാരുടെ കാലം കഴിഞ്ഞു. പിന്നീടുള്ള 100 വർഷക്കാലം സഹാബത്ത് ജീവനോടെ ദുനിയാവിൽ ഉണ്ടായിരുന്ന കാലം. 100 കൊല്ലം സഹാബാക്കൾ ദുനിയാവിൽ ജീവനോടെ ഉണ്ടായ ആദ്യത്തെ 100 കൊല്ലം, ആ കൊല്ലത്തിലും വഹാബികൾ പൊളിച്ചതൊന്നും മക്കത്തും മദീനത്തും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം സുന്നഹ് അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്, 4 മദ്ഹബിന്റെ പ്രധാനപ്പെട്ട ഇമാമുകൾ, ദീനുൽ ഇസ്ലാമിന്റെ നെടും തൂണുകൾ, ഖൈറുൽ ഖുറൂനിലെ പ്രഗൽഭരായ പണ്ഡിതർ, ഇവരുടെ കാലത്തും മക്കത്തും മദീനത്തും വഹാബികൾ പൊളിച്ച ഒന്നുമില്ല, വഹാബികൾ ഇല്ലാണ്ടാക്കിയ ഒന്നുമില്ല. അതിനുശേഷം ഹദീസിന്റെ കാലഘട്ടം വന്നു. അതിനുശേഷം ഹദീസിന്റെ കാലം വന്നു. ഇമാമുൽ ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, അന്നസായി, ഇബ്നു മാജഹ്, അത്തിർമിദി, കുതുബു സിത്തയുടെ പ്രഗൽഭരായ മുഹദ്ദിസുകൾ, ലോകം അംഗീകരിച്ച അഹ്ലുസുന്നയുടെ ഇമാമുകൾ, ഇവരുടെ കാലത്തും മക്കത്തും മദീനത്തും വഹാബികൾ പൊളിച്ച ഒന്നുമില്ല, വഹാബികൾ തകർത്ത ഒന്നുമില്ല, വഹാബികൾ ഇല്ലാണ്ടാക്കിയ ഒരു പരിപാടിയുമില്ല. അവരുടെ കാലവും കഴിയുന്നതോടെ ഖൈറുൽ ഖുറൂൻ അവസാനിച്ചു, അഥവാ 300 കൊല്ലം അവസാനിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ നാവ് കൊണ്ട് ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞ ആദ്യത്തെ 300 കൊല്ലം അവസാനിച്ചു. ആ 300 കൊല്ലത്തിലും വഹാബികൾ പൊളിച്ച ഒന്നും മക്കത്തുമില്ല മദീനത്തുമില്ല, വഹാബികൾ ഇല്ലാണ്ടാക്കിയ ആഘോഷ പരിപാടികളും ഇല്ല. പിന്നുണ്ടായത് എങ്ങനെയാണ്? അതിന്റെ മറുപടിയാ നമുക്ക് കിട്ടേണ്ടത്. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ 300 വർഷക്കാലത്തിൽ ജീവിച്ച അള്ളാന്റെ ഹബീബിന്റെ മുബാറക്കായ നാവ് കൊണ്ട് ഖൈറുൽ ഖുറൂൻ, ഏറ്റവും ഉത്തമ കാലഘട്ടം എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിലെ ആരെങ്കിലും ഒരാൾ മുഹബ്ബത്തിന്റെ ഭാഗമായി ഈ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മടിക്കേരി സലഫി പള്ളിന്റെ മുറ്റത്ത് ആദ്യത്തെ കൊടി പൊന്തണം, ആദ്യത്തെ പതാക പൊന്തണം. എന്തിന്? നബിദിനാഘോഷ പരിപാടിക്ക് ബിരിയാണിയും പായസവും വെക്കാൻ. ഈ 300 കൊല്ലത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു പേരിന്, പക്ഷെ 3 നൂറ്റാണ്ട് കാലം പരിശുദ്ധമാണ്. ആ കാലത്ത് ഇതൊന്നുമില്ല. പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ് പൊളിച്ചു എന്ന് പറയുന്ന ജാറവും ദർഗയും നബിദിനാഘോഷ പരിപാടിയും വന്നത് താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു 4-ാം നൂറ്റാണ്ടിലാണ്. അതെപ്പോന്നറിയോ? അബ്ബാസി ഭരണകൂടം നിലംപതിച്ചു. അബ്ബാസി ഭരണകൂടം ഖിലാഫത്ത് നിലംപതിച്ചു. പിന്നെ രംഗത്ത് വന്നത് ഉബൈദികളായ ഫാത്തിമികളായ ഷിയാ ഭരണകൂടമാണ്. ഷിയാക്കൾ അലി ഇബ്നു അബീ ത്വാലിബിനെ അല്ലാഹുവിന്റെ സ്ഥാനത്താക്കുന്നവർ, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ കാഫിറുകളാക്കി മുദ്രകുത്തിയവർ, ആയിഷ ബീവിയെ ഇന്നും വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ, ഉബൈദികൾ, ഷിയാക്കൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ പലരെയും കാഫിറാക്കി ജൂതന്മാരാക്കി കുളിച്ചു മൂടുന്നവർ,
ഇപ്പോഴും അവരുടെ മെമ്പറുകളിൽ പ്രസംഗം കേൾക്കാം. അവർക്കെങ്ങാനും സൗദിയുടെ ഭരണം തിരിച്ചു കിട്ടിയാൽ ആദ്യം അവർ ചെയ്യുന്ന ജോലി അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖബറുകൾ തുറന്ന് അതിലുള്ള മയ്യത്തുകൾ എടുത്ത് നമ്മൾ കയറിൽ കെട്ടി തൂക്കി ദേശം നിർക്കുമെന്ന് പുലമ്പുന്ന തെമ്മാടികൾ ഷിയാക്കൾ. 4-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഖിലാഫത്ത് നിലംപതിച്ചപ്പോൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ആൾക്കൂട്ടം ഉണ്ടാക്കാനും അവരുണ്ടാക്കിയ ഏർപ്പാടാണ് ഈ ജാറങ്ങളും ദർഗകളും നബിദിനാഘോഷ പരിപാടികളും. നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും തഴവാ മൗലവി. ഇതൊക്കെ ഇവിടുത്തെ സമസ്ത പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചാൽ മതി. തഴവാ മൗലവി അയാൾക്കൊരാൾ മുവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് സാധാരണക്കാരൻ ഫത്വന്റെ പുസ്തകമാക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് ഖുറാഫാത്ത് ശിർക്കും ബിദ്അത്ത് വരികയുണ്ടെങ്കിലും അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാണ്. ഇതാ 300 ആദ്യത്തെ 3 നൂറ്റാണ്ടിന് ശേഷം. 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കം ഷിയാ ഭരണകൂടത്തിന്റെ തുടക്കമാണ്. അവരാണ് 2 ഹറമുകളും മലീമസമാക്കിയത്, റസൂലുള്ളാഹിന്റെ ഖബറിനെ ജാറമാക്കിയത്, അവിടെ നേർച്ചയും ഉറൂസും ഉത്സവം ഉണ്ടാക്കിയത്, നബിദിനാഘോഷ പരിപാടികൾ നടത്തി, ഇഷ്ടം പോലെ ഭക്ഷണം വിളമ്പി, ആളുകളെ വിളിച്ചുകൂട്ടി, കൊള്ളക്കാരായ രാജാക്കന്മാരോട് മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടാക്കി തീർക്കാൻ അവരുണ്ടാക്കിയെടുത്ത പരിപാടിയാണ്. അതാണ് ഇന്നത്തെ ഹുബ്ബുർ റസൂൽ വാദിക്കുന്നവരുടെ മാതൃക. അഥവാ അള്ളാന്റെ ഹബീബിനെ വെറുക്കുന്ന, സഹാബത്തിനെ വെറുക്കുന്ന, സഹാബാക്കളെ കാഫിറാക്കുന്ന, ആയിഷ ബീവിയെ ലഅനത്ത് പറയുന്ന ഷിയാക്കളാണ് ഈ പരിപാടിയുടെ മാതൃക. അതുകൊണ്ടാണ് സലഫികൾ അംഗീകരിക്കാത്തത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെടുന്നവർ ഇസ്ലാമിനെ കൊല്ലുന്നവരും സുന്നത്തിൽ നിന്ന് ദൂരെയായവരും എന്ന് ഈ മിമ്പറുകൾ പറയുന്നത്. അതല്ലെങ്കിൽ പറഞ്ഞു തരീൻ, ഇബ്നു അബ്ദുൽ വഹാബ് പൊളിച്ച ജാറവും ദർഗയും ഇല്ലാതാക്കിയ ഈ നബിദിനാഘോഷ പരിപാടിയും തുടങ്ങിയത് പിന്നെ എപ്പോഴാണ്? അത് പറഞ്ഞെന്നാ പ്രശ്നം കഴിയും. രണ്ടാമത്തെ കാര്യം, നബിദിനാഘോഷ പരിപാടി ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? മടക്കേരിന്ന് നബിദിനാഘോഷ പരിപാടി ഇല്ലാണ്ടാക്കാനൊന്നും ഈ പള്ളിക്കാർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല, ദുനിയാവിൽ ആർക്കും കഴിയില്ല. കാരണം അത് ഫിത്നയാണ്. ആളുകളുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന കാലാണ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അത് കൂടി വരും. കഴിഞ്ഞ കൊല്ലം പോലെ ആയിരിക്കൂല ഈ കൊല്ലം, കുറച്ചും കൂടി കൂടും. അടുത്ത കൊല്ലം അതിനേക്കാളും കൂടും. അതാ കണ്ടുവരുന്നത്. ഇപ്പൊ ഏകദേശം പള്ളികളൊക്കെ നസാറാക്കളുടെ ചർച്ചുകളെ പോലെയായി. ആ ലൈറ്റും ഡെക്കറേഷനും ബൾബും ഒക്കെ നസാറാക്കളെ പോലെയായി. അതിനേക്കാളും ആവും. അത് അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്. പക്ഷെ അള്ളാഹ് നോക്കുന്നത് അതിൽ നിന്ന് ആര് രക്ഷപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് ആളുകൾ പഠിക്കാനും ചിന്തിക്കാനുമാണ്. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ഇസ്ലാമിന്റെ അടുത്ത ഭാവി നിങ്ങളുടെ കൈമലാണ്. ഇസ്ലാമിന്റെ അടുത്ത ദഅവത്ത് നിങ്ങളുടെ കൈകളിലാണ്. ഇപ്പോഴും തലച്ചോറ് പണയം വെച്ചുകൊണ്ട് പോയാൽ അടുത്ത കാലത്ത് ഇസ്ലാമിനെ നയിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. പഠിക്കണം, അന്വേഷിക്കണം. അടുത്തൊരു വാദം എന്താ അറിയോ? സൂറത്ത് യൂനിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനിസിന്റെ 57-58 ആയത്തുകൾ. കന്നഡ ഭാഷയിലുള്ള ഖുർആന്റെ പരിഭാഷകൾ മൊബൈലിൽ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ വേണം. ആ പരിഭാഷയെന്നും ഖുർആന്റെ പരിഭാഷയെന്നും ഇതുവരെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നാണക്കേടാണ്. ഇല്ലാന്ന് പറയരുത്, പെട്ടെന്ന് ഡൗൺലോഡ് ആക്കണം. എന്നിട്ട് ഓരോ ആയത്തിന്റെയും കന്നഡയിലുള്ള പരിഭാഷയൊക്കെ വായിച്ചിട്ട് പഠിക്കണം. അത് നമ്മളെ കിതാബാണ്. അത് അള്ളാഹു നമുക്ക് ദീൻ പഠിക്കാൻ തന്ന കിതാബാണ്. മൊബൈലിൽ പലതും ഡൗൺലോഡ് ചെയ്തു, പല ആപ്പുകളുണ്ട് മൊബൈലില്. പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഇതുവരെ ആക്കിയിട്ടില്ല. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂലുള്ളാഹി പറയും, ഏ അല്ലാഹ്, എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ച് പിറകിലേക്ക് വലിച്ചെറിഞ്ഞവരാണ്. ആ കൂട്ടത്തിൽ പെട്ടൂടാ. മൊബൈലിൽ ആപ്പ് ഉണ്ടാവണം നിങ്ങളുടെ ഭാഷയിലുള്ള ഖുർആന്റെ പരിഭാഷയുടെ. അതിന് നോക്കണം. സൂറത്ത് യൂനിസിന്റെ 57-58 രണ്ടായത്തുകൾ തഫ്സീർ ഞാൻ വായിച്ചു തരാം. ഖാല അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, രണ്ട് പ്രഗൽഭരായ ഖുർആന്റെ പണ്ഡിതന്മാർ സഹാബാക്കളുടെ കൂട്ടത്തിൽ. അവർ പറഞ്ഞു, ഫദ്ലുല്ലാഹി അൽ ഖുർആൻ. അല്ലാഹു ഇപ്പോൾ പറഞ്ഞല്ലോ, ഖുൽ ബിഫദ്ലില്ലാഹ്
നബിയെ നിങ്ങൾ പറയൂ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അൽ ഖുർആൻ. അല്ലാഹു ഉദ്ദേശിച്ചത് അവിടെ ഖുർആനാണ്. വറഹ്മതുഹു അൽ ഇസ്ലാം, വറഹ്മതുഹു അൽ ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ ആഘോഷ പരിപാടി ആദ്യം വേണ്ടത് റമദാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. കാരണം ഖുർആൻ ഇറങ്ങിയതിന്റെ പേരിൽ ഒരു പരിപാടി ഖുർആനാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാം എന്ന ഈ ഒരു സംഹിതയെ ഉടമസ്ഥനായ അള്ളാഹു നമുക്ക് തന്ന ആ ഡേറ്റിനാവണം ആഘോഷ പരിപാടി വേണ്ടത്. കാരണം ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഖുർആനും റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമാണ് എന്നാണ് ഇബ്നു അബ്ബാസിന്റെ ഒക്കെ തഫ്സീർ. ആയിക്കോട്ടെ, എന്നാലും വഖീല ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫദ്ലായി തന്നതിന്റെ പേരിൽ വബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചോളൂ. ഈ ആയത്ത് ആദ്യം കേട്ടത് ആരാ? ഈ പറഞ്ഞ സഹാബാക്കളാണ്. സൂറത്ത് യൂനുസിന്റെ ഈ ആയത്ത് ആദ്യം കേട്ടത് ഈ പറഞ്ഞ സഹാബാക്കളാണ്. ഈ ആയത്തിന്റെ മഅന അവർ പഠിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നാണ്. ഖുർആനിന്റെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിന്റെ ഓരോ ആയത്തുകളും എവിടെയാ ഇറങ്ങിയത്, എപ്പോഴാ ഇറങ്ങിയത്, ആരെക്കുറിച്ചാ ഇറങ്ങിയത് എന്ന് എനിക്കറിയാത്തതായി ഒരായത്തുമില്ല. ഇങ്ങനെ ഖുർആന്റെ ആയത്തുകളിൽ സബബിയായ ആയത്തുകൾ എവിടെയാ ഇറങ്ങിയത്, എപ്പോഴാ ഇറങ്ങിയത്, ആരെക്കുറിച്ചാ ഇറങ്ങിയത് എന്ന് എനിക്കറിയാത്തതായി ഒരായത്തുമില്ലാണ്. അദ്ദേഹത്തിന്റെ അവകാശവാദാണ്. ഇബ്നു മസ്ഊദ് ഖുർആനിൽപ്പെട്ട പ്രഗത്ഭനായ സഹാബിയാണ്. ഖുർആന്റെ മുഫസ്സിർ സീനിയേഴ്സിൽപ്പെട്ട മുഫസ്സിറാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു യാത്രയിലാണ്. അദ്ദേഹം വഴിയിൽ ഇരിക്കുമ്പോൾ ഒരു സംഘം കടന്നു വന്നു. സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട സഹാബാക്കളുടെ മക്കളും പേരക്കുട്ടികളൊക്കെ അടങ്ങിയ ഒരു സംഘം. ഉമർ റളിയല്ലാഹു അൻഹു അവരെ നിർത്തി. അവരോട് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അവർ ഉത്തരം പറയുന്നത് ഖുർആന്റെ ആയത്തുകൾ വെച്ചിട്ടാണ്. ഇങ്ങനെ എന്ത് ചോദിച്ചാലും അവരുടെ ഉത്തരം ഖുർആന്റെ ആയത്ത് വെച്ചിട്ടാണ്. അതായത് ആ ചോദ്യത്തിന്റെ മറുപടിയുമായി യോജിക്കുന്ന ആയത്തുകൾ അവർ ഓതും. മുള്ളാനക്കാകെ അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, അഫീക്കും ഇബ്നു മസ്ഊദ്, നിങ്ങളെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇബ്നു മസ്ഊദ് കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ ശിഷ്യന്മാർ ഇങ്ങനെ പറയുന്നു അദ്ദേഹത്തിന് അറിയാം. അത്ര വലിയ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹമാണ് ഈ ആയത്ത് കേട്ടത്, ഈ ആയത്തിന്റെ മഅന അറിഞ്ഞത്, തഫ്സീർ അറിഞ്ഞത്, അവർ അമൽ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചെന്നത്. പക്ഷെ സഹാബാക്കൾ ആരും സൂറത്ത് യൂനുസിന്റെ ഈ ആയത്ത് മുന്നിൽ വെച്ചിട്ട് ഈ പരിപാടികൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിനോടുള്ള മുഹബ്ബ അതുണ്ടായേ പറ്റൂ. അതിന്റെ അടയാളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യലാണ്. റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നു എന്നതിനടയാളം അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യലാണ്. സഹാബാക്കൾ ചെയ്ത പോലെ ജീവൻ നൽകി, പണം നൽകി, സമയം നൽകി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിക്കലാണ് ആ മുഹബ്ബ. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും പരിപാടികളിൽ ഏർപ്പെടലല്ല. ഇനി ആരെങ്കിലും ഏർപ്പെട്ടാലോ? ഇനി ആരെങ്കിലും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടും കേട്ടിട്ടും, നമ്മളല്ല ഖുർആനും ഹദീസും ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഇനി ആരെങ്കിലും ചെയ്താലോ? അല്ലാഹു പറഞ്ഞു, വമൻ യുശാഖിഖർ റസൂൽ, സൂറത്തുൻ നിസാ, വമൻ യുശാഖിഖർ റസൂൽ, ആരെങ്കിലും എന്റെ പ്രവാചകന്റെ എതിര് കാണിച്ചാൽ, പ്രവാചകൻ പറഞ്ഞതിന്റെ നേരെ വിപരീതം ചെയ്താൽ, എന്നിട്ടോ വയത്തബിഅ, അവൻ പിൻപറ്റുകയും ചെയ്താൽ, ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത മറ്റൊരു വഴി. ആരാണ് ഈ മുഅ്മിൻ? ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴിയെ അവൻ ഫോളോ ചെയ്യുകയും ചെയ്താൽ, ഐ അസ്സഹാബ, അല്ലാഹു ഖുർആനിൽ മുഅ്മിൻ എന്ന് വിളിക്കുന്നത് സഹാബാക്കളെയാണ്. അപ്പൊ ഈ വിഷയത്തിൽ സഹാബാക്കളല്ലാത്തവരുടെ വഴിയെ ആരെങ്കിലും ഫോളോ ചെയ്യുകയും ചെയ്താൽ, അള്ളാഹു പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഞാൻ അവരങ്ങ് തകർത്ത് കളയുന്നല്ല, നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിക്ക് ഞാൻ ഓനെ വിടും. ഓന് മാറാൻ മനസ്സില്ലേ? മാറണ്ട. ഓൻ തിരിച്ചു വരാനും ചിന്തിക്കാനും കൂട്ടാക്കുന്നില്ലേ? വരണമെന്നില്ല. നുവല്ലിഹി മാ തവല്ല, ഓൻ പോയ വഴിക്ക് ഞാൻ വിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം ഞാൻ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. എന്തുകൊണ്ടറിയോ? ഞാൻ ദീൻ മുറുകെ പിടിക്കാൻ അവരോട് പറഞ്ഞത് ഇവരെ മാതൃകയാക്കിക്കൊണ്ടാണ്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസു,
അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങൾ സഹാബാക്കൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം, സഹാബാക്കൾ ആചരിച്ച പോലെ ആചരിക്കണം, സഹാബത്ത് ആഘോഷിച്ച പോലെ ആഘോഷിക്കണം എന്നാന്ന് പറഞ്ഞ് എതിരെ കാണിച്ചവനെ വനുസ്ലിഹി ജഹന്നം, ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, അടിമകളെ നരകം വളരെ മോശമാണ് കേട്ടോ, നിങ്ങൾക്കത് താങ്ങാൻ കഴിയൂല. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബീഉൽ അവ്വലും ഈ നബിദിന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇനി മിമ്പറും പറയൂല. കാരണം പറയേണ്ടത് പറഞ്ഞു. മൗലിദ് പാരായണം, മൗലിദിന്റെ കിതാബെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മിമ്പറിന്റെ മുകളിൽ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അമ്മാതിരി കഥകളും കള്ളത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും അതിലുണ്ട്. അത് മിമ്പറിന്റെ മുകളിൽ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മഗ്രിബിന് ശേഷമുള്ള നമ്മുടെ ഹദീസിന്റെ ക്ലാസ്സിൽ അത് പറയും. മിമ്പറിന്റെ മുകളിൽ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഓതുന്ന മൗലിദിന്റെ കിതാബ് എന്താ സംഗതി, അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയണമെങ്കിൽ ആ ക്ലാസ്സിൽ വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ഈ വർഷത്തെ ഈ പറഞ്ഞ ബിദ്അത്ത് ഖുറാഫാത്തുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് വാക്കാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ, നമ്മൾ തുടങ്ങിയതിനെ അവസാനിപ്പിക്കാൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഉമർ ബിൻ അബ്ദുൽ അസീസ് മദീനത്തെ ഖലീഫ, രണ്ടാം ഉമർ, ദീനിന്റെ നെടുന്തൂൺ, രാജാവായി, രാജകുമാരനായിരുന്നു. ഫാത്തിമ രാജകുമാരി വിളിച്ചു, കല്യാണത്തിൻ്റെ അന്ന് ഖിലാഫത്ത് ഏറ്റെടുത്തെന്ന് വിളിച്ചു. ഫാത്തിമ, വേണമെങ്കിൽ എന്നോടൊപ്പം ഫക്കീറായി മിസ്കീനായി തുടരാം, നിന്റെ പൊന്നും പണ്ടവും ഉടയാടകളും പട്ടും ഇതൊക്കെ നിന്റെ ഉപ്പാന്റെ ഖജനാവിലേക്ക് തിരിച്ചു കൊടുത്ത് ഫക്കീറത്തായി വരുന്നെങ്കിൽ വന്നോളിൽ, അല്ലെങ്കിൽ നിന്റെ ഉപ്പാന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് സുഖമായി ജീവിച്ചോളിൽ. ഫാത്തിമ പറഞ്ഞു, വേണ്ട, ഞാൻ വന്നോളാം. ഈ ഉമർ ആരാന്നറിയോ? ഇബ്നുൽ ഖത്താബിന്റെ പേരക്കുട്ടിയാണ്. ആരാ മോളാന്നറിയോ? അന്ന് രാത്രി ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിന്റെ മുറ്റത്തുകൂടി നടക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഉമ്മയും മോളും വർത്താനം പറയുന്നത് കേട്ടല്ലോ. ഉമ്മ പറഞ്ഞു മോളോട്, മോളെ പാലിൽ കുറച്ച് വെള്ളം ചേർത്തോളി. അപ്പൊ മോള് പറഞ്ഞു, ഉമർ കണ്ട തല പോകുന്ന കേസാണ്. ഉമ്മ ചോദിച്ചു, ഉമർ എങ്ങനെ അറിയാം? ഉമർ കൊട്ടാരത്തിലല്ലേ, ഈ ഉമർ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ആ മോള് പറഞ്ഞു, ഉമ്മ, ഉമറിന്റെയും എന്റെയും ഉമ്മാന്റെയും റബ്ബ് ഉറങ്ങാണ്ട് മോളിലില്ലേ, ഓൻ കാണൂലേ? ഉമറിന്റെ കണ്ണ് നിറഞ്ഞു. പ്രജകളുടെ കൂട്ടത്തിൽ ഇരുട്ടത്ത് അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്നറിഞ്ഞപ്പം മനസ്സൊന്ന് തണുത്തു. കൂടെയുള്ള അസ്ലമിനോട് പറഞ്ഞു, അസ്ലമേ, ഈ വീടൊന്ന് നോട്ട് ചെയ്യണം. പിറ്റേന്ന് രാവിലെ ഉമർ മോനെ വിളിച്ചിട്ട് വന്നു. വാതിലിന് മുട്ടി. ഉമ്മ പുറത്തേക്ക് വന്നു. ഉമ്മക്ക് പേടിയായി. ഇന്നലത്തെ വർത്താനെങ്കാലം ഉമർ അറിഞ്ഞു വിചാരിച്ചിട്ട് മാപ്പ് ചോദിച്ചു, യാ അമീർ അൽ മുഅ്മിനീൻ, പുറത്തേറണം, മാപ്പാക്കണം. ഉമർ പറഞ്ഞു, അതിനല്ല വന്നത്, നിങ്ങളെ മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ തയ്യാറാണോ? രാജകുമാരനാണ് അന്നത്തെ ഉമർ. അന്നത്തെ 23 രാഷ്ട്രങ്ങളെ ഭരിച്ച രാജാവാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 23 രാഷ്ട്രങ്ങൾ, റോമും പേർഷ്യയും. ഉമർ എന്ന് കേട്ടാൽ ഇങ്ങനെ വിറക്കുന്ന കാലം. മദീനത്ത് നിന്ന് ഉമറിന്റെ പട്ടാളക്കാർ പുറപ്പെട്ടു എന്നറിഞ്ഞാൽ ക്രൈസ്തവ, ജൂത, പേർഷ്യൻ കൊട്ടാരങ്ങൾ, സേനാധിപന്മാര് ഒന്ന് വിറക്കും. വേണമെങ്കിൽ അവർ ഓടിയിട്ട് ഒളിക്കും. അങ്ങത്തെ കാലത്താണ് മോനെ കൊണ്ട് കെട്ടിക്കാൻ വരുന്നത്. എന്താ കെട്ടേണ്ട മാനദണ്ഡം? ഓൾ ഇരുട്ടത്ത് അല്ലാഹുവിനെ സൂക്ഷിച്ച പെണ്ണാൾ. ആ മോളെ മക്കളുടെ കൂട്ടത്തിലാണ് ഈ ഉമർ ജനിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടോളി. എന്നിട്ടും നിങ്ങൾ ഇനിയും പായസം കുടിക്കാനും, അതേപോലെ ഇപ്പൊ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ നസാറാക്കള് ഈസനബിന്റെ തിരുപ്പിറവിന്റെ ഫോണും പിടിച്ച് കുരിശും പൂച്ചിട്ട് പോവാറുണ്ടല്ലോ. ഹായ് ഹായ് ഹായ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യത്ര സത്യമാണ്. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ. നിങ്ങളുടെ മുമ്പ് വന്ന ആളുകളുടെ വഴി ചാൺ ബൈ ചാൺ നിങ്ങൾ പിൻപറ്റുന്ന ഒരു കാലം വരും. നസാറാക്കൾ കാണിച്ച കുരിശും പേറിയിട്ടുള്ള ജാഥ ഇന്ന്
കന്തൂറ ധരിച്ച തലപ്പാവ് കെട്ടിയ ഇസ്ലാമിന്റെ ഭടന്മാരെന്നറിയപ്പെടുന്ന ഒന്നിനും കൊള്ളാത്ത ഉസ്താദുമാരും മൗലവിമാരും റോഡിൽ തിരുപ്പിറവിന്റെ ഫ്ലക്സ് കാർഡ് പിടിച്ചിട്ട് തിരുപ്പിറവി മുഹമ്മദ് മുസ്തഫാന്റെ പേരിൽ, പിന്നെ കുറെ കേക്ക്, പിന്നെ കുറെ മരം, പിന്നെ കുറെ പച്ച ബലൂണ് ഇതെല്ലാം പിടിച്ച് മൗലവിമാർ റോഡിലൂടെ ജാഥ നസാറാക്കളെ പിൻപറ്റിക്കൊണ്ട് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആരെയെങ്കിലും സാദൃശ്യമായാൽ നിങ്ങൾ അവരിൽപ്പെട്ടവനാണ്, എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. എന്റെ കൂട്ടത്തിൽപ്പെട്ടവൻ ഇസ്സത്തുള്ള മുഅ്മിനാണ്, അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവനല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ജീവിതത്തിന്റെ മാർഗം, ദീനിന്റെ ശരിയ, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. വഉലാത്തുൽ ഉമൂരി ബഅദഹു, അതിനുശേഷം വന്ന ഇസ്ലാമിലെ ഭരണാധികാരികൾ ഖലീഫമാർ റസൂലുള്ളാഹിന്റെ അവരും കാണിച്ചു തന്നിട്ടുണ്ട് സുനനൻ, കൃത്യമായ ചര്യകൾ. അൽ അഖ്ദു ബിഹ, ആ ചര്യയെ മുറുകെ പിടിക്കലാണ് തസ്ദീഖുൻ ലികിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിനെ ഞാൻ സത്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാ കാണിച്ച ചര്യയെ മുറുകെ പിടിക്കലാണ്. വസ്തിക്മാലുൻ ലിതാഅത്തില്ലാഹ്, അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാ കാണിച്ച മാർഗത്തെ മുറുകെ പിടിക്കലാണ്. ഇനി അഥവാ ആരെങ്കിലും ഒമനിസ്തൻസർ, അവര് കാണിച്ച ആ മാർഗത്തെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കും അവകാശമില്ല തബ്ദീലുഹാ വലാ തഗ്യീറുഹാ, അവരാ കാണിച്ച ചെഡ്ഡയെ മാറ്റാനോ അതിനെന്തെങ്കിലും ഭേദഗതി വരുത്താനോ ആർക്കും അവകാശമില്ല. വലൻ നദുറു ഫീമാ ഖാലഫഹാ, അതിനെതിരായിട്ടുള്ളതിലേക്ക് നോക്കാൻ പോലും പാടില്ല. അവൻ എന്താണോ ചെറ്റയാക്കിയത് അതിനെ പിടിച്ചോളണം. അതിനെ ആര് പിടിച്ചുവോ ഫഹുവ മൻസൂർ, അവനാണ് സഹായിക്കപ്പെട്ടവൻ. വമൻ ഖാലഫഹ, ആരെങ്കിലും അതിനെതിരെ കാണിച്ചു, വത്തബ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബത്തിൻ്റെതല്ലാത്ത വഴിയൊരുത്തൻ പിൻപറ്റുകയും ചെയ്താൽ വല്ലാഹു അല്ലാഹു മാ തവല്ലാ, ഓൻ പോയ വഴിക്ക് അല്ലാഹു അവനെ വിടും. വഅസ്ലാഹു ജഹന്നം, നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. സൂക്ഷിച്ചോളെ. മിമ്പറിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. കാരണം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മടക്കേരി പള്ളിയിലെ മിമ്പർ കിട്ടിയിട്ട് ഇങ്ങനത്തൊരു വിദഅത്ത് ഖുറാഫാത്ത് നാട്ടിൽ നടക്കുമ്പം ആ മിമ്പറൊന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ എന്താണ് സുന്നത്തെന്ന് പറഞ്ഞു കൊടുത്തില്ലോ എന്ന് ചോദിച്ചാൽ, അല്ലാഹുവേ ഈ പള്ളിയും ആൾക്കാരും സാക്ഷിയാണ്, ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖലാസ്, സൂക്ഷിച്ചോളി പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോളി. താടിയൊക്കെ നീട്ടി വെച്ച് മീശയിലൊന്ന് വെട്ടി ചുരുക്കി നെര്യാണിന്റെ മുകളിൽ പാൻസും മുണ്ടും കന്തൂറൊക്കെ ഉടുത്ത് പെണ്ണുങ്ങൾക്ക് നല്ല ഹിജാബും പർദ്ദയൊക്കെ ധരിപ്പിച്ച് ചരടില്ല, നൂലില്ല, ഉറുക്കില്ല, ഏലസില്ല, കുപ്പിയില്ല, തകടില്ല, ജാറവില്ല, ദർഗയില്ല, തങ്ങളില്ല, ബാബയില്ല, ബീവിയില്ല, അതില്ല ഇതില്ല, മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിയായിട്ട് ജീവിക്കാൻ തയ്യാറായിക്കോയി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സഹോദരൻ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നും. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചാരിറ്റി വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു 15 വയസ്സിന് മുകളിലുള്ള അംഗവൈകല്യങ്ങളോ ബുദ്ധിമാന്ദ്യമോ ഒക്കെ സംഭവിച്ച ആളുകൾക്ക് ഉള്ള ഒരു സംവിധാനമാണ്. 100ഓളം അഭയാർത്ഥികൾ അവിടെ ഉണ്ട്. ബുദ്ധിയില്ലാത്ത, മലമൂത്ര വിസർജനം പോലും നേരെ ചൊവ്വേ ചെയ്യാൻ സ്വന്തം അറിഞ്ഞു ചെയ്യാത്ത, അറിഞ്ഞു വൃത്തിയാക്കാത്ത ആളുകൾ. ഈ ബസ് സ്റ്റാൻഡിൽ മറ്റുമൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് അവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി താമസിപ്പിച്ച് ഉള്ളൊരു സ്ഥാപനം. നമുക്കറിയാവുന്നവരൊക്കെ അതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പൊ അവര് വലിയൊരു സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും ഇതുവരെ നിരാശരായിട്ട് പോയിട്ടില്ല. അള്ളാഹു ഇനിയും നിങ്ങൾക്ക് വാരിക്കൂരി തരട്ടെ. അത് എവിടെ പറയുമ്പോമില്ല, അഭിമാനവുമില്ല, സന്തോഷവുമാണ്. വാരിക്കൂരി കൈ നിറച്ച് അള്ളാഹു തരട്ടെ. അത് അതേപോലെ അള്ളാഹിന്റെ ദീനിനെ സഹായിക്കാനും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ദീനുള്ളോന്റെ കൈമേൽ കിട്ടണം, എന്നാൽ ദീൻ ഉപകരിക്കും. അത് ഓരോ ദുനിയാവിൽ ഉപകരിക്കും, ആഖിറത്തിൽ ഉപകരിക്കും. അതുകൊണ്ട് നിരാശരാക്കരുത്. ഏകദേശം അവരുടെ വസ്ത്രവും മറ്റും അലക്കാനുള്ളെന്തോ വാഷിംഗ് മെഷീന്റെ പരിപാടിയൊക്കെ ഉണ്ട്. 1-2 ലക്ഷം റുപ്യ ചെലവാവും. അദ്ദേഹം ഉണ്ട്, അവിടെ ബാക്കിൽ ഉണ്ടാവും. പോകുമ്പം കൈമേലുള്ളവര് നന്നായിട്ടൊന്ന് സഹായിക്കും. എടുക്കാത്തവര് നമ്പർ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഇൻഷാ അല്ലാഹ് നല്ല നിലക്കൊന്ന് കണ്ടയച്ചു കൊടുക്കും. കാരണം അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ഫി ഔനിൽ അബ്ദ്, അള്ളാഹു അടിമയെ സഹായിക്കും. മാ കാനൽ അബ്ദു ഫി ഔനി അഖി, ഒരടിമ അള്ളാഹുവിന്റെ അടിമയായ അവന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹിന്റെ നോട്ടും സഹായവും ഒക്കെ കൂടെ ഉണ്ടാവും. അത് നിർത്തിയാൽ ചിലപ്പോൾ അള്ളാഹു പിൻവലിയും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു എങ്ങാനും പിൻവലിഞ്ഞാൽ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് മനസ്സറിഞ്ഞ് സഹായിക്കും. അള്ളാഹു നമ്മുടെ അമലെല്ലാം കബൂലാക്കട്ടെ. തൗഹീദിന്റെ സുന്നത്തിന്റെ വക്താക്കളായി ജീവിച്ച് ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച്
അതേ അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറയുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അലാ വ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിസ്സലാത്തി വസ്സലാമി അലാ നബി സല്ലു വസല്ലിമു അലൈഹി. اللهم صل وسلم على نبينا محمد وعلى آله وصحبه كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم اغفر للمؤمنين والمؤمنات والمسلمين